എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നമുക്കിത് 4 മണിക്കോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് 2 പൊട്ടറ്റോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരഞ്ഞു കൊടുത്താൽ നമുക്ക് വേവിച്ചതിന് ശേഷം തൊലി പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി ആ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 3-4 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമുക്കിതിന് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. നമുക്ക് ഇതിന് പകരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്താലും മതി. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു 1/2 കപ്പ് ചോറും 1/2 കപ്പ് ചിരകിയ തേങ്ങയുമാണ് ഇട്ട് കൊടുത്തത്. അതെല്ലാം കൂടി മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കണം. 1-2 ബാച്ചാക്കി ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി. ഇനി മുഴുവൻ പോവെങ്കിൽ മുഴുവനായിട്ട് ഒന്നായിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നേരത്തെ വേവിച്ച് വെച്ച പൊട്ടറ്റോ തൊലി കളഞ്ഞ് ഇതുപോലെ മിക്സിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അപ്പം ഇതും കൂടി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് രണ്ടും കൂടി മിക്സാക്കുക. ഈ സ്നാക്സ് മുകളിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ടിട്ട് നമുക്ക് നോമ്പിനോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അപ്പക്കാരവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇനി നമുക്കിതൊന്ന് ചൂടായ വെളിച്ചെണ്ണയിലിട്ട് ചുട്ടെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഇതുപോലുള്ള ഫ്രൈയിങ് പാന് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ സ്പൂൺ വീതം നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഈ മാവ് സ്പൂണിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം സ്പൂണ് ചൂടായ വെളിച്ചെണ്ണയിലൊന്ന് മുക്കിയെടുക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ ഓരോ സ്പൂൺ വീതം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പാത്രം നിറയുന്നത് വരെ ചുട്ടെടുക്കുക. ഇനി ഒരു ഭാഗം വെന്തതിന് ശേഷം തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി വെന്തിട്ട് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇതാ നമ്മുടെ സ്നാക്സ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്നാക്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
താങ്ക് യു.